ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിലെ മുരാരി ബാബു ജാമ്യത്തിന് മൂവ് ചെയ്തു. മുരാരി ബാബു 2 കേസിൽ അറസ്റ്റിലാണ്. അതേസമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2ാമത്തെ കേസിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ 3 പേര് അറസ്റ്റിലേക്ക് വന്നു. അതേസമയത്ത് സുധീഷ് കുമാർ എന്ന ആള് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വാസുവിന്റെ PA ആയിരുന്നു. വാസു നേരത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. അതിനുശേഷം അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. വാസുവിന്റെ PA സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടുകഴിഞ്ഞപ്പോൾ SP ശശിധരൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വാസുവിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി അയാളുടെ അറസ്റ്റ് നടക്കണം. കാരണം അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയില്ല. ഈ കേസിനകത്ത് വാസുവിൻ്റെ റോള് അത് നമ്മൾ ആലോചിക്കുന്നതിലും അപ്പുറമാണ് എന്ന് തോന്നുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദാരുശില്പങ്ങളിലും അവിടെ കട്ടലയിലും മറ്റും സ്വർണം പൂശിയ ശേഷം കുറേ സ്വർണം മിച്ചം വന്നു. ആ മിച്ചം വന്ന സ്വർണം എന്ത് ചെയ്യണം? വലിയ സത്യസന്ധനായിട്ട് അഭിനയിക്കുകയില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്ത് ചെയ്യണം എന്ന് ഒരു ഇമെയിൽ മെസ്സേജായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ചു. അങ്ങനെ ദേവസ്വം ബോർഡ് വാസു വെട്ടിലായി. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയാൻ, അതിനൊരു ഉത്തരം പറയാൻ, അതിലൊരു ഡയറക്ഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും വാസുവിന് അധികാരമുണ്ട്. അത് പറഞ്ഞേ പറ്റുള്ളൂ. ശബരിമലയിൽ നിന്ന് മോട്ടിച്ച എടുത്ത സ്വർണം പൂശിക്കഴിഞ്ഞപ്പം കുറച്ച് സ്വർണം മിച്ചം വന്നു. ആ സ്വർണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം എന്തു പറഞ്ഞു എന്നൊരു പ്രസക്തിയുണ്ട്. അതിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിനടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. വാസുവിനെ ചോദ്യം ചെയ്തപ്പം വാസുവിൻ്റെ നിഗമനത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു ഇമെയിൽ അവിടെ കിടക്കുന്നു. അത് വാസുവിനാണ് വന്നിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് മിച്ചം വന്ന സ്വർണം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹത്തോടനുബന്ധിച്ച് കൊടുത്തുകൊള്ളട്ടെ. വലിയ ദാനശീലരാണ് വാസുവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ. സ്വർണമാണ് ദാനമായിട്ട് അവർ കൊടുക്കുന്നത്. അത് മോഷ്ടിച്ച സ്വർണമാണോ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. അത് അവിടെ പൂശാനായിട്ട് സംഭാവനയായിട്ട് ലഭിച്ച സ്വർണത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം സാധനമാണോ മിച്ചം വന്നത്? അതുമല്ല, സ്വർണം മൊത്തമായി വന്നത് എത്രയാണെന്നൊരു കണക്കുണ്ട്. അത് UB ഗ്രൂപ്പുകാർ 30 കിലോ എന്ന് മഗസറിനകത്ത് പറയുന്നുണ്ട്. പൂശിയത് എത്രയാണ്, അങ്ങനെയുള്ളതൊക്കെ മാസ്റ്ററിൽ എന്ത് പറയുന്നെന്ന് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മുരാരി ബാബു ജാമ്യത്തിന് ഇപ്പം മൂവ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെ വക്കീലന്മാർ കൃത്യമായിട്ട് പറഞ്ഞു ജാമ്യത്തിന് തൽക്കാലം മൂവ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ മുരാരി ബാബു മൂവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇനി വരുന്ന പ്രശ്നങ്ങൾ പലതും ഗുരുതരമാണ്. അതുകൊണ്ടാണ് മുരാരി ബാബു ജാമ്യത്തിന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കേസിനകത്ത് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അറസ്റ്റിലേക്ക് വരണം. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി ജയശ്രീയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അത് 1-2 ദിവസത്തിനകം നടന്നേക്കും. വാസുവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതിനൊരു ഉത്തരം അദ്ദേഹം പറയണമല്ല. ആ സ്വർണം എവിടെ പോയെന്ന് അദ്ദേഹം പറയണം. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വർണം ലഭിച്ചു, അല്ലെങ്കിൽ തൻ്റെ കയ്യിരിക്കുന്നു എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. വിലയുള്ളതാണ്, ശബരിമലയിലാണ്, ഗോൾഡാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തീരുമാനം അറിയിക്കണം. അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു മഹാവീഴ്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കാൻ കൊള്ളില്ല എന്നാണ് അതിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ PA സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു.